ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ണിമാങ്ങ അച്ചാറാണ്. നമ്മുടെ നാടൻ രീതിയിൽ എങ്ങനെയാണ് കണ്ണിമാങ്ങ അച്ചാറിടുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ കണ്ണിമാങ്ങ കഴുകി അതിൻ്റെ ചൊനയൊന്നും കളയാതെ ഞെട്ടൊന്നും പോകാത്ത രീതിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ചെയ്യേണ്ടത് ഉപ്പിലിട്ട് വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. അതിലേക്ക് നമ്മുടെ മാങ്ങ കഴുകിയത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഭരണി വേണമെന്നൊന്നുമില്ല, നമ്മൾ ഉപ്പിലിട്ട് വെക്കാൻ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെൻ്റെ മുത്തശ്ശിയുടെ റെസിപ്പിയാണ്, ഞാനിത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുവാണ്. ഇതൊരു 10 ദിവസം ഉപ്പിലിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. തിളപ്പിച്ചരച്ച വെള്ളമാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ ഉപ്പിട്ടെടുക്കുന്നത് നമ്മൾ മാങ്ങ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി കൂടുതൽ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 10 ദിവസം ഉപ്പിലിട്ട് വെക്കാം. ഇതിൻ്റെ അടപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. ഇത് വിഷുവിന് വേണ്ടിയാണ് ഞാൻ ഈ കണ്ണിമാങ്ങ അച്ചാറിട്ട് വെക്കുന്നത്, നമ്മുടെ സദ്യയുടെ കൂടെ വിളമ്പാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നല്ല പാകത്തിന് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിട്ടിരിക്കും. ഇനി ഇതൊരു 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാറിട്ടെടുക്കാം. നന്നായിട്ട് ടൈറ്റാക്കി വെക്കുക. ഇതിപ്പം 10 ദിവസം കഴിഞ്ഞു. നമ്മുടെ മാങ്ങയും വെള്ളവും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മേളിലൊരു വെള്ള പാട പോലൊരു സംഭവം ഉണ്ടാവും, അത് നമ്മൾ കളഞ്ഞിട്ട് നമ്മളതെടുക്കുക. ഇനി വെള്ളം സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് മാങ്ങയും കൂടി സെപ്പറേറ്റ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം മാങ്ങയുടെ പുറം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ അച്ചാറിടുന്നത്. ഇനി നമുക്ക് ഇതിന് അച്ചാറിടാൻ എന്തൊക്കെ പൊടികളാണ് വേണ്ടുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ കായപ്പൊടി വേണം. പിന്നെ കടുക് ചതച്ചെടുത്തതാണ്, അതിൻ്റെ പരിപ്പാണ് ആ മഞ്ഞ കളറിൽ കാണുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും പൊടികൾ വേണം നമുക്ക് അച്ചാറിടാൻ. ഇനി ഒരു പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമ്മുടെ മുളക് പൊടി മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ പൊടിയൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതീയിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഉലുവാപ്പൊടി, ഇതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ വെളിച്ചെണ്ണയിൽ ഈ പൊടികളൊന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങട്ടെ. മൂക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കണ്ണിമാങ്ങ ചേർത്ത് കൊടുക്കുക. ഇപ്പം കണ്ണിമാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഇപ്പോഴേ ഇട്ട് വെച്ചാലേ ഉള്ളൂ നമ്മൾ വിഷുവിനൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കണ്ണിമാങ്ങ നമ്മുടെ സദ്യയിൽ വിളമ്പാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ഈ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. ഇപ്പം പൊടികളൊക്കെ നന്നായിട്ട് മൂത്തു. ഇനി ഇതിലേക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം മതി, പുറത്തുനിന്ന് നമ്മുടെ അല്ലാതെ വെള്ളമൊന്നും ചേർക്കേണ്ട. ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് ഇത് ശരിയാക്കി എടുക്കാം. അപ്പം ഇത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മുടെ കടുക് ചതച്ചതാണിത്. കടുക് ചതയ്ക്കുമ്പോഴത്തേക്കും മഞ്ഞ പരിപ്പ്, അതിൻ്റെ അകത്തുള്ള പരിപ്പ് പുറത്ത് വരും. ആ പരിപ്പാണ് ചേർത്തിരിക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭരണിയിലാക്കി വെക്കണം. അപ്പം നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ റെഡിയായി. ഇപ്രാവശ്യത്തെ വിഷുവിന് വിളമ്പാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.